തെങ്ങിൻ്റെയൊക്കെ നമ്മളിപ്പം ഓല മുറിച്ച് നമ്മൾ താഴെ ഇട്ടിട്ടുണ്ട്. ഏകദേശം 12-16 അടി ഹൈറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇത്രയും ഓല നമ്മളിവിടെ നമ്മുടെ പുതിയ വാളും കൊണ്ട് മുറിച്ചതാണ്. ഹായ് ഫ്രണ്ട്സ്, ക്രേസി ജോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു അൺബോക്സിങ് ഐറ്റം കൂടെ ഉണ്ട്. കാരണം നമ്മൾ വാങ്ങിച്ച തോട്ടി, ആ തോട്ടിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാളാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. അത്യാവശ്യം മരങ്ങളൊക്കെ ഒന്ന് മുറിക്കണമെങ്കിൽ ഈ തോട്ടിയാൽ കണക്ട് ചെയ്ത് നമുക്കത് മുറിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈ ബ്രാഞ്ചസ് സോ എന്നാണ് ഈ കമ്പനിയുടെ പേര്, നമ്മുടെ വാള്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ വാള്. അപ്പോൾ ഇത് നമ്മുടെ ആ തോട്ടിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മരങ്ങളുടെ ചില്ലയൊക്കെ നമുക്ക് മുറിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കാം. ഈ പറഞ്ഞ പോലെ മരങ്ങളുടെ ചില്ലയൊക്കെ മുറിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്ത ടെലസ്കോപ്പിക് പോൾ അഥവാ തോട്ടി. അപ്പോൾ ഇതിലൂടെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാൾ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം മരത്തിൻ്റെ ചില്ലയും ഒക്കെ ഓലയുടെ മടലും ഒക്കെ മുറിക്കാൻ താഴെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം നമുക്ക് ഹെൽപ്ഫുള്ളാണ് ഈ സാധനം. ആരെയും സഹായം ഇല്ലാതെ ഒരു പണിക്കാരനെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ കാലഘട്ടത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ തോട്ടിയും കൊണ്ട് കുറച്ച് മരങ്ങളുടെ ചില്ലയൊക്കെ ഒന്ന് മുറിക്കാൻ വേണ്ടിയാണ്. കമ്പ് നമുക്ക് മുറിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ തോട്ടി. എന്താ അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളിവിടെ മുറിച്ച പ്ലാവിൻ്റെ കമ്പ്. ഏകദേശം ഇത്രയും വലിപ്പമുള്ള കമ്പാണ് നമ്മളിവിടെ മുറിച്ചിട്ടേക്കുന്നത് ഈ തോട്ടി കൊണ്ട്. ഉണ്ടാ അപ്പോൾ ഈ വാള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം താഴെ നിന്നുകൊണ്ട് നമുക്ക് മരം ഒക്കെ അറുത്തിടാം. തെങ്ങിൻ്റെയൊക്കെ നമ്മളിപ്പം ഓല മുറിച്ച് നമ്മൾ താഴെ ഇട്ടിട്ടുണ്ട്. ഏകദേശം 12-16 അടി ഹൈറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇത്രയും ഓല നമ്മളിവിടെ നമ്മുടെ പുതിയ വാളും കൊണ്ട് മുറിച്ചതാണ്. നമ്മൾ നോക്കുന്നത് ഈ ഒരു മാവിൻ്റെ കമ്പാണ്. കാരണം അത് നമ്മുടെ അതിരാണ്. അപ്പം ആ മാവിൻ്റെ കമ്പൊന്ന് മുറിച്ച് കൊടുക്കാം. ഇതുവരെ ഉണ്ടായില്ല. ആ അങ്ങനെ ആ മാവിൻ്റെ മുകളിലോട്ടുള്ള കമ്പൊക്കെ നമ്മൾ വെട്ടിയിട്ടുണ്ട്. മുകളിലോട്ടുള്ള കമ്പൊക്കെ നമ്മൾ വെട്ടി. ഈ 2 കമ്പാണ് ഇപ്പോൾ നമ്മൾ വെട്ടിക്കളഞ്ഞത്. ഇത് നമ്മുടെ വീട്ടിലുള്ള കാന്താരിയാണ്, വെള്ളക്കാന്താരി. അത്യാവശ്യം വെണ്ട കൃഷിയും ഒക്കെ ഉണ്ട്. ചേനയുണ്ട്, വാഴയുണ്ട്, കപ്പയുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ വെണ്ട കൃഷിയാണ്. വെണ്ട കൃഷി അങ്ങനെ കായൊന്നും വരുന്നതേ ഉള്ളൂ.
അത് കുറച്ച് തൈയുണ്ട്. പിന്നെ നമ്മുടെ കപ്പ, ചേന, അവിടെ ചേമ്പുണ്ട്, ചേന കൃഷിയുണ്ട്. അത്യാവശ്യം വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. ചേമ്പുണ്ട്, ചേനയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു റംബുട്ടാൻ്റെ തൈ കൂടെ വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇന്നത്തെ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഏകദേശം നമ്മുടെ പ്ലാവ്, മാവ്, തേക്കിൻ്റെ കമ്പ് അങ്ങനെ അത്യാവശ്യം നമ്മൾ ഇന്ന് എല്ലാം മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു തോട്ടി അത്യാവശ്യം ഒരു വീട്ടിൽ വേണ്ട ഒരു സാധനം തന്നെയാണ്. ആരുടെയും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഈ മരങ്ങളുടെ ചില്ലകളൊക്കെ ഒന്ന് കോരി നിർത്താം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു തോട്ടിയും കൊണ്ട് നമുക്ക് വീട്ടിലെ അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനും മരം മുറിക്കാനും ഒക്കെ പറ്റും എന്ന് ഈ തോട്ടിയും കൊണ്ട് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്.